ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിന്റെ 759 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബ് 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനമാണ്. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, സാത്താനോട് എതിർത്തു നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. കീഴടങ്ങുക, എതിർത്ത് നിൽക്കുക തുടങ്ങിയ പദങ്ങളൊക്കെ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സാത്താന് എതിരായിട്ടുള്ള ഒരു യുദ്ധമാണ്. കീഴടങ്ങുക എന്ന് വെച്ചാൽ തോൽക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന് കീഴടങ്ങുവിൻ എന്നാണ്. ദൈവത്തിന് കീഴടങ്ങുന്നത് തോറ്റിട്ടല്ല, ശത്രുവായ പിശാചിനെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹവ്വയെ സാത്താൻ പരീക്ഷിക്കുന്നുണ്ട്, അവൻ അതിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്തായിരുന്നു? ഹവ്വയുടെ ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെട്ടു പോയിരുന്നു. സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടല്ലാതെ സ്വന്തം ശക്തിയിൽ ആശ്രയം വെച്ചുകൊണ്ട് ഒരുവനും സാത്താനോട് എതിർത്ത് നിൽക്കുവാനോ അവനെ തോൽപ്പിക്കുവാനോ സാധിക്കുകയില്ല. യേശുതമ്പുരാനെ സാത്താൻ പരീക്ഷിച്ചപ്പോൾ യേശുതമ്പുരാന്റെ മുമ്പിൽ സാത്താന് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കാതെ യേശുവിനെ വിട്ട് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തിന് കീഴടങ്ങിക്കൊണ്ട് സാത്താനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് നാം പരിശ്രമിച്ചാൽ സാത്താൻ നമ്മെയും വിട്ട് ഓടിപ്പോകുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന് കീഴടങ്ങി ജീവിക്കാം. അതിനുള്ള കൃപ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.